Today, I would like to talk you something about adjectives comparisons. You have learned about adjectives in the last class. Here, adjectives comparisons, it's a very important ground. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമർ ഐറ്റമാണ് ആഡ്ജക്റ്റീവ് കമ്പാരിസൺസ്. പക്ഷെ നമ്മളത് സംസാരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ സെൻറ്റൻസുകൾ വാക്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ആഡ്ജക്റ്റീവ്സ് ആണ്, ഇത് കമ്പാരിസൺസ് ആണ് എന്ന് അറിഞ്ഞൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ കമ്പാരിസൺസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ആഡ്ജക്റ്റീവ്സ് ഓഫ് കമ്പാരിസൺസ് ആണ്, ഇതൊരു ഗ്രാമർ ഐറ്റമാണ് എന്നൊന്നും മനസ്സിലാക്കിയല്ല. കാരണം നമുക്കറിയാം മലയാളം നമ്മുടെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ, കമ്പാരിസൺ ചെയ്യാൻ നമ്മളറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഭാഷയുടെ ഭാഗമാണ്. പക്ഷെ അതൊരു ഗ്രാമറായിട്ട് നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്കൊക്കെ വരുമ്പോഴാണ് അതിന് നമ്മൾ കുറച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഈ കമ്പാരിസൺസ് ഉപയോഗിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കമ്പാരിസൺസ്. ഉദാഹരണത്തിന്, എൻ്റെ വീട്ടിൽ ഒരു ഫ്ലവർ വേസ്, ഞാൻ പറയുകയാണ് ഇത് വളരെ ഭംഗിയുള്ള ഫ്ലവർ വേസ് ആണ്. ഉടനെ തന്നെ മറ്റൊരു ഫ്ലവർ വേസ് കാണിച്ചുകൊണ്ട് ഒരാൾ പറയുന്നത് ഈ ഫ്ലവർ വേസ് ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ശരിയാണ്, ഈ ഫ്ലവർ വേസ് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ ഫ്ലവർ വേസ്, അല്ലെങ്കിൽ ഈ ഫ്ലവർ വേസ്. അപ്പോൾ ഈ ഫ്ലവർ വേസ് പോലെ തന്നെ മനോഹരമാണ് ആ ഫ്ലവർ വേസ്. അതൊരു കമ്പാരിസൺ അല്ലേ? ഞാൻ ഈ ഫ്ലവർ വേസിനെയും ആ ഫ്ലവർ വേസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. രണ്ടും ഒരുപോലെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ഓക്കെ, രണ്ട് മൊബൈൽ ഫോൺ നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പറയുകയാണ് ഈ മൊബൈൽ ഫോൺ ഓക്കെ, ഇത് നല്ലതാണ്, ഓക്കെ ദിസ് ഇസ് ഓൾസോ ഗുഡ്, ഇത് നല്ലതാണ്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പോരാ. ഇതൊരു കമ്പാരിസൺ അല്ലേ? ഇതൊരു താരതമ്യം ചെയ്യലല്ലേ? യെസ്. അപ്പൊ നമ്മളിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം താരതമ്യപ്പെടുത്തലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആഡ്ജക്റ്റീവ്സ് ആണ്, കമ്പാരിസൺസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് വാസ്തവം. ഇനി എൻ്റെ മകൻ, അല്ലെ, അടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ്. എൻ്റെ മകൻ അവനേക്കാൾ മിടുക്കനാണ്. മൈ സൺ ഇസ് സ്മാർട്ടർ ദാൻ ഹിം. എൻ്റെ മകൻ അവനേക്കാൾ മിടുക്കനാണ്, അല്ലെ? എൻ്റെ മകനെ ഞാൻ വേറൊരു കുട്ടിയുമായി അല്ലെങ്കിൽ വേറെ ഒരാളുടെ മകനുമായി കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസൺ ആണ്. ഇനി ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. ടീച്ചർ പറയുകയാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടി അഖിൽ ആണ്. പറയാറില്ലേ, എല്ലാ കുട്ടികളിലും വെച്ച് ഏറ്റവും മിടുക്കൻ, ഹി ഈസ് ദ സ്മാർട്ടസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഇങ്ങനെ പലതരം കമ്പാരിസൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തും നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഈസ് നോൺ ആസ് adjectives comparisons. പലപ്പോഴും നമ്മൾ ചില ഉപദേശങ്ങളൊക്കെ കേൾക്കാറുണ്ട്. താരതമ്യപ്പെടുത്തലുകൾ നല്ലതല്ല, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്, നിങ്ങളെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്, ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ താരതമ്യം ചെയ്യുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അത് എല്ലായ്പ്പോഴും നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതൊരു ഗ്രാമർ എന്നുള്ള നിലയിൽ മാത്രമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കമ്പാരിസൺസ് ഉപയോഗിക്കുക എന്നതും ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. സോ ഹിയർ വി ഗോ ടു ലേൺ കമ്പാരിസൺസ് ഓഫ് ആഡ്ജക്റ്റീവ്സ്. പ്രധാനമായും ഇംഗ്ലീഷിൽ 3 തരം കമ്പാരിസൺസ് ആണ്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 പോസിറ്റീവ് ഡിഗ്രി, നമ്പർ 2 കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് നമ്പർ 3 സൂപ്പർലേറ്റീവ് ഡിഗ്രി.
പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെ മൂന്നായി നമുക്ക് പ്രധാനമായും 3 തരത്തിൽ നമുക്ക് ആഡ്ജക്റ്റീവ്സ് കമ്പാരിസൺസിന് തരംതിരിക്കാവുന്നതാണ്. നമുക്ക് വിശദമായി ഒന്നാമത്തെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ, അതായത് പോസിറ്റീവ് ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണയായി ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നു. എങ്ങനെ? ഈ വ്യക്തിയും ആ വ്യക്തിയും അവരുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയെ നമ്മൾ എടുത്തുകൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈക്വൽ ആണ് രണ്ടുപേരും. ഇവനെ പോലെ തന്നെയാണ് അവനും, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവളുടെ അമ്മയും. ഏതെങ്കിലും ഒരു ക്വാളിറ്റി പറയാൻ, ഷീ ഈസ് എ ഗുഡ് കുക്ക് അല്ലേ, നല്ലൊരു കുക്കാണ് എൻ്റെ അമ്മയെ പോലെ തന്നെ നല്ല കുക്കാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും. ഇതൊരു കമ്പാരിസൺ ആണ്, പക്ഷെ രണ്ടുപേർക്കും ഈക്വൽ ക്വാളിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ അത് ഈക്വൽ ആണ് ആ ക്വാളിറ്റി. സോ ഇങ്ങനെ വരുന്ന കമ്പാരിസൺസിനെയാണ് നമ്മൾ പോസിറ്റീവ് കമ്പാരിസൺ എന്ന് പറയുന്നത്. മറ്റൊരു കമ്പാരിസൺ കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് അത്ര പോരാ. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര പോരാ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കമ്പാരിസൺ വരുന്നത് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിലാണ്. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ അത് മനസ്സിലായി. ഞാനത് ഇംഗ്ലീഷിൽ ഒന്നുകൂടി വിശദീകരിക്കാം. If two things possess the same quality, they can be compared to each other in terms of that quality. Here, the comparison can show two results. The first one, that the two things possess that quality to the same degree. Second one, that one of the two things has a lower degree of that quality. ഒന്നുകിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, ഇതുപോലെ തന്നെയാണ് അത്, അല്ലെങ്കിൽ ഇത് അത്ര പോരാ. ഈ രണ്ട് തരം ക്വാളിറ്റീസ്, കമ്പാരിസൺ ഓഫ് ക്വാളിറ്റീസ് ആണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്നുള്ളതിൽ ഉൾപ്പെടുത്തുന്നത്. I'll give you some examples in English. This shirt is as costly as that. ഈ ഷർട്ട് ആ ഷർട്ടിന്റെ അത്രയും തന്നെ വിലയാണ്. ഇതിന് രണ്ടും ഒരേ വിലയാണ്. സോ നമ്മൾ കമ്പയർ ചെയ്യാണ് രണ്ട് ഷർട്ട്സ് തമ്മിൽ. ദിസ് ഷർട്ട് ഈസ് ആസ് കോസ്റ്റ്ലി ആസ് ദാറ്റ്. Another example, this painting is not so fine as that. ഈ പെയിന്റിംഗ് ആ പെയിന്റിങ്ങിന്റെ അത്ര നല്ലതല്ല. So we can call these two sentences as simile. You know what is a simile. I have already explained simile in one video. I will try to put it in the description box. Please go through it. Comparing two things by using as or like is known as simile. Here, the comparison is made by using the word as. So, this sentence is a simile. This shirt is as costly as that. It is a positive simile. And this painting is not so fine as that. This is a negative simile. So, the form of an adjective used to express a simile is its positive form. As. She is as good as, or as tall as pretty as, or not as pretty as. All these forms come under the term positive comparisons. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ഡിഗ്രി എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. കമ്പാരിസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെന്റൻസിൽ ആസ് ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ, 3 സെന്റൻസ് തന്നിട്ട് ഇതിൽ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ആസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സെന്റൻസിൽ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് ഗുഡ് ആസ്, ഓർ ആസ് ഫൈൻ ആസ് പ്രിറ്റി ആസ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാം. ദിസ് ഈസ് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. സോ ആസ്
എന്ന് ഏതെങ്കിലും ഒരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ കമ്പാരിസണിന് വേണ്ടി ആസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. Now we will move on to the next degree of comparison, that is comparative degree. What do you mean by comparative degree? മലയാളത്തിൽ നമ്മൾ രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതായിരിക്കും. മൈ സൺ ഈസ് സ്മാർട്ടർ ദാൻ ഹിസ്. എൻ്റെ മകൻ അയാളുടെ മകനേക്കാൾ മികച്ചതാണ്. അപ്പോൾ രണ്ട് വസ്തുക്കളെയാണ് നമ്മൾ എടുക്കുന്നത്. അതിലൊരു വസ്തു മറ്റൊരു വസ്തുവിനേക്കാൾ മികച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയേക്കാൾ മികച്ചതായിരിക്കും. ഇങ്ങനെ രണ്ട് വ്യക്തികളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണ് എന്ന് കാണിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്ന് കാണിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ്ജക്റ്റീവിന്റെ ബേസ് ഫോം മോഡിഫൈ ചെയ്താണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഗുഡ് എന്നുള്ളതാണ് ഒരു ബേസ് ഫോം ഓഫ് അഡ്ജക്റ്റീവ്. ഗുഡ് ഗേൾ, ഗുഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആണ്. കമ്പാരിറ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഗുഡ് എന്നുള്ളതിന് പകരം നമ്മൾ ബെറ്റർ, ബെറ്റർ എന്നുള്ള ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് ഗുഡ് ആണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. There is another way to express a negative simile. ശരിക്കും നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഒരു നെഗറ്റീവ് സിമിലി ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ we do not express the difference in the degrees of quality in two things in a negative way. പക്ഷേ ഒരു നെഗറ്റീവ് വേയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. But we do it in a positive way. ഒരു പോസിറ്റീവ് വേയിലാണ് നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുന്നത്, ഈവൻ ദോ അതൊരു നെഗറ്റീവ് സിമിലി ആണെങ്കിൽ കൂടി. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So here we say that one of the things has a quality in a higher degree than the other. Here are some examples for you. This painting is finer than that. This shirt is costlier than that. ബേസ് ഫോമായ ഫൈനിന്റെ മോഡിഫൈഡ് ഫോം ആണ് നമ്മൾ കമ്പാരിറ്റീവിൽ ഉപയോഗിച്ചത്. ഫൈൻ, ഫൈനർ, കോസ്റ്റ്ലി, കോസ്റ്റ്ലിയർ. സോ ബേസ് ഫോമിന്റെ മോഡിഫൈഡ് ഫോം ഉപയോഗിച്ചാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വേറൊരു പ്രത്യേക കാര്യം കമ്പാരിറ്റീവ് ഡിഗ്രിയെ കുറിച്ച് പറയാനുള്ളത്, കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ സെന്റൻസിൽ ദാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദാൻ എന്നുള്ള വേർഡ് ഒരു കമ്പാരിസണിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പറയാം അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് എന്നുള്ളത്. ഇതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ആൻ അഡ്ജക്റ്റീവ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദാൻ. ദാൻ എന്നുള്ള വേർഡ് ഒരു കമ്പാരിസണിലുണ്ടെങ്കിൽ, ഒരു സെന്റൻസിലുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ആദ്യത്തെ ടിപ്പ് ഓർമ്മയുണ്ടല്ലോ, ആസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാണ് കമ്പാരിസൺ ഉണ്ടാക്കിയതെങ്കിൽ അത് പോസിറ്റീവ് ഫോമാണ്. കമ്പാരിസൺ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസിൽ ദാൻ എന്ന് കാണുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇനി ഏതാണ് മൂന്നാമത്തെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ? ഓഫ് കോഴ്സ് that is superlative degree എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താണ് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഇതുവരെ നമ്മൾ രണ്ട് വസ്തുക്കളെയാണ് പോസിറ്റീവ് ഡിഗ്രിയിലും കമ്പാരിറ്റീവ് ഡിഗ്രിയിലും താരതമ്യം ചെയ്തത്. എന്നാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടാവാം. അതിൽ ഏറ്റവും മികച്ചത്, ഈ ക്ലാസ്സിൽ ഏറ്റവും മികച്ചത്, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത്. അപ്പോൾ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അവിടെ ഉണ്ടാകാം. അതിൽ ഏറ്റവും മികച്ചത് എന്ന് സൂചിപ്പിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മകൻ ഈ ക്ലാസ്സിൽ ഏറ്റവും മികച്ചവനാണ്. മൈ ബോയ് is the smartest one in this class. This is what is known as superlative degree of comparison.
ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മോർ മോഡിഫൈഡ് ആഡ്ജക്റ്റീവ് ആണ്. ബേസ് ആഡ്ജക്റ്റീവ് ആണ് നമ്മൾ പോസിറ്റീവിൽ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് കമ്പാരിറ്റീവിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. So one thing may be compared with a number of things. ഒരു വസ്തു മറ്റനേകം വസ്തുക്കളുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹയസ്റ്റ് ഡിഗ്രിയുമായി, അതാണ് ഹയസ്റ്റ് ഡിഗ്രി. ഈ 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺസിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. I'll give you some examples. This painting is the finest of all the paintings. This shirt is the costliest of all the shirts. See, fine, finer, finest, costly, costlier, costliest. ഇതിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I hope you have understood it properly. Right? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കമ്പാരിസൺസ് ഉണ്ടാക്കുന്നത്, സാധാരണയായി എങ്ങനെയാണ് കമ്പാരിസൺസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ധാരാളം അഡ്ജക്റ്റീവ്സ് അറിയാം. ഗുഡ്, ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ഫൈൻ, costly. All these words belong to the category of adjectives. ഏറ്റവും സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഡിഗ്രി എൻഡ് ചെയ്യുന്നത് ഈ എന്ന വാക്കിലാണെങ്കിൽ, ഒരു അഡ്ജക്റ്റീവ് എൻഡ് ചെയ്യുന്നത് ഈ എന്നുള്ള വാക്കിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഡയറക്റ്റ് ആയി ആർ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയും ST എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ലാർജ്, ഈ അവസാനിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ലാർജ്, അതുകൊണ്ട് ലാർജർ. കമ്പാരിറ്റീവ് ലാർജസ്റ്റ്, ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. സ്ട്രേഞ്ച്, സ്ട്രേഞ്ചർ, സ്ട്രേഞ്ചസ്റ്റ്. വൈസ്, വൈസർ, വൈസസ്റ്റ്. ഇങ്ങനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും അതിൻ്റെ പോസിറ്റീവ് ഫോമിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഒരു സിലബിൾ മാത്രമുള്ള അഡ്ജക്റ്റീവ് ആണെങ്കിൽ, ചില സമയത്ത് ഒന്നിൽ കൂടുതൽ സിലബിൾസും ആകാം, അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കണമെങ്കിൽ സാധാരണ നമ്മൾ അതിൻ്റെ കൂടെ ER, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുവാനായിട്ട് നമ്മൾ EST ഇവയാണ് ഉപയോഗിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. Poor, one syllable word ആണ്. Poor, poorer, poorest. Rich, richer, richest. Tall, taller, tallest. So one syllable wordന്റെ കൂടെ മിക്കവാറും നമ്മൾ ER അല്ലെങ്കിൽ EST എന്ന് ചേർത്താണ് അതിന്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ adjectives, സാധാരണയായ ബേസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫോം ഓഫ് ആഡ്ജക്റ്റീവ്സ് അവസാനിക്കുന്നത് ഒരു കോൺസണന്റ് സൗണ്ടിലാണെന്ന് വിചാരിക്കുക. ആ കോൺസണന്റ് സൗണ്ടിന്റെ തൊട്ടു മുൻപിൽ ഒരു വവൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ ER അല്ലെങ്കിൽ EST എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കതിന്റെ കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ബിഗ്, ബിഗ് എന്ന് പറയുന്ന വാക്ക് എൻഡ് ചെയ്തിട്ടുള്ളത് G എന്നുള്ള കോൺസണന്റ് സൗണ്ടിലാണ്. അതിന്റെ തൊട്ട് മുൻപ് വന്നത് I എന്ന വവൽ സൗണ്ട് ആണ്. ബിഗ് എന്നുള്ള വേർഡിന്റെ കൂടെ ബിഗർ, ബിഗസ്റ്റ്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. സാഡ്, സാഡർ, സാഡസ്റ്റ്. നാലാമത്തെ വിഭാഗം പോസിറ്റീവ് ഡിഗ്രി Y എന്നുള്ള എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ Y നമ്മൾ മാറ്റി I ആക്കുക. അതിന്റെ കൂടെ ER ചേർത്താൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും EST ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും നമുക്ക് കിട്ടുന്നതായിരിക്കും. എക്സാമ്പിൾ ബിസി. ബിസി എന്നുള്ള വേർഡ് Y എന്നുള്ള കോൺസണന്റ് സൗണ്ടിലാണ് അവസാനിച്ചിരിക്കുന്നത്. അത് മാറ്റി I ആക്കുക, അതിന്റെ കൂടെ ER ചേർക്കുക, ബിസിയർ. I ആക്കി EST ചേർത്താൽ ബിസിയസ്റ്റ്.
busy, busier, busiest. Another example, easy, easier, easiest. Pretty, prettier and prettiest. ഇനി നമുക്ക് അഞ്ചാമത്തെ രീതി എന്താണെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ സിലബിൾസ് ഉള്ള വാക്കുകളാണെങ്കിൽ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുവാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മോർ അല്ലെങ്കിൽ ലെസ് എന്നുള്ള വാക്കാണ്. രണ്ടോ അതിൽ കൂടുതലോ സിലബിൾ ഉള്ള വാക്കുകൾക്ക് സാധാരണ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കാനായിട്ട് മോർ അല്ലെങ്കിൽ ലെസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുവാനായിട്ട് മോസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഉദാഹരണങ്ങൾ ബ്യൂട്ടിഫുൾ, മോർ ദാൻ 2 സിലബിൾസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ എന്നുള്ള ഈ മോർ ദാൻ 2 സിലബിൾ ഉള്ള ഈ വേർഡിനെ നമുക്ക് കമ്പാരിറ്റീവ് ആക്കാൻ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി മറ്റൊരു രീതിയിൽ ഹാംഫുൾ, ലെസ് ഹാംഫുൾ, least harmful. Dangerous, less dangerous, least dangerous. Obedient, more obedient, most obedient. അടുത്തത് irregular adjectives ആണ്. ഇറഗുലർ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതിനൊരു റെഗുലർ റൂൾസ് ഇല്ല. കമ്പാരിറ്റീവ് ഉണ്ടാക്കുന്നതിനും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നതിനും ഒരു കൃത്യമായ റൂൾ ഇല്ല. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഇറഗുലർ ആഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത വാക്കുകളായിരിക്കും പോസിറ്റീവിലും കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഇറഗുലർ ആഡ്ജക്റ്റീവ്സിന് ഉള്ളത്. ഉദാഹരണം ബാഡ്. ബാഡ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ആഡ്ജക്റ്റീവ് ആണ്. കാരണം ബാഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത കമ്പാരിറ്റീവ്. എന്താണ് ബാഡിന്റെ കമ്പാരിറ്റീവ്? ഇറ്റ് ഈസ് വേഴ്സ്. സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ്. സോ അനദർ വേർഡ് ഈസ് ഗുഡ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. സോ ഈ രീതിയിലാണ് സാധാരണയായി പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്നും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഉണ്ടാകുന്നത്. ആഡ്ജക്റ്റീവ്സ് ഓഫ് കമ്പാരിസൺ വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഗ്രാമറാണ്. എന്നാൽ അത് വളരെ എളുപ്പവുമാണ്. നിങ്ങൾ ഈ വാക്കുകളുടെ എല്ലാം നിങ്ങൾ കുറേ ആഡ്ജക്റ്റീവ്സ് എഴുതുക, അതിൻ്റെ എല്ലാ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഒരു ഗെയിം എന്നതുപോലെ എൻജോയ് ചെയ്ത് നിങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് താല്പര്യമുള്ള ആളുകളും ഇതിൽ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. സോ കമ്പാരിസൺ എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പോക്കൺ ഐറ്റമാണ്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ആഡ്ജക്റ്റീവ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് എൻജോയ് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.